ഇഷാൻ കിഷൻ ഒരു ഔട്ട് ഓഫ് ദ സിലബസ് എന്ന രൂപത്തിൽ അദ്ദേഹം ടീമിലെത്തുകയും വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കുകയും ചെയ്തു. ഇപ്പം ഈ ഒരു ജയത്തെ എങ്ങനെ കാണുന്നു? ഇഷാന്റെ ഫോമിനെയും എങ്ങനെ കാണുന്നു? എനിക്കൊന്നും പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന, ഭയങ്കര സംതൃപ്തി തരുന്ന ഒരു വിജയമാണിത്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഏഷ്യ കപ്പിന് ശേഷം തന്നെ നമുക്ക് ഈ ടീമിനെ കുറിച്ച് വലിയ ആദികളുണ്ടായിരുന്നു. അതിലൊന്ന് സൂര്യകുമാർ യാദവിൻ്റെ ഫോമിനെ കുറിച്ചായിരുന്നു, രണ്ട് നമ്മുടെ ഫിനിഷർമാരെ കുറിച്ചായിരുന്നു. ഈ ടീമിൽ കൃത്യമായി ഒരു ഫിനിഷർ റോൾ ചെയ്യുന്ന ഒരാളില്ല എന്നൊരാദ്യം നമുക്ക് മുമ്പേ ഉണ്ടായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഫോം ഒരു 2023 ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് 50 അടിക്കുന്നത്. അതും ഒരു നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ സിനിമ ഡയലോഗ് കടമെടുത്ത്, അതെ അതെ, പിന്നെ കണ്ടട ഞാൻ എൻ്റെ പഴയ സൂര്യ എന്നൊക്കെ പറയുന്നത് പോലെ അതെ അതെ അദ്ദേഹത്തിൻ്റെ ഷോട്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എത്ര അപ്പർ കട്ടുകളാണെന്ന് അടിച്ചത്, എത്ര മനോഹരമായിരുന്നു. അതിൽ സാനർ ഒരു ക്യാച്ച് വിട്ട് കളയുന്നുണ്ട് എന്നത് ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി ഇഷാൻ കിഷൻ്റെ ഒപ്പമൊക്കെ ആദ്യഘട്ടത്തിൽ ഇഷാൻ കിഷൻ തകർത്തടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക്, അതെ, അങ്ങനെ ഇരുന്നൊരു ഘട്ടത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായി തകർത്തടിക്കുന്നത്. ആ ഫോക്സിൻ്റെ ഒരു ഓവറിലാണ് തകർത്തടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു പോയതിന് ശേഷം നോൺ ഓപ്പണറായ ഒരു ബാറ്റർ 50 അടിക്കുക. ഇഷാൻ കിഷനെ കുറിച്ച് നമ്മളിങ്ങനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നേരത്തെ MSK പറഞ്ഞതുപോലെ തന്നെയാണ്, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു അദ്ദേഹം ടീമിൽ ഉണ്ടാകുമോ എന്നൊരു ചർച്ച പോലും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. ആകെ പിന്നെ ക്രിക്കറ്റ് സർക്കിളുകളിൽ വളരെ കുറച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നത്. പക്ഷേ അവിടെ സെലക്ടർമാർക്ക് കൈയടിക്കാൻ പല കാരണങ്ങളിൽ, ഒന്ന് റിങ്കു സിംഗിൻ്റെ ഇൻക്ലൂഷനാണ്, മറ്റൊന്ന് ഇഷാൻ കിഷൻ്റെ ഇൻക്ലൂഷനാണ്. കാരണം അദ്ദേഹം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ്. ഗില്ലിൻ്റെ എക്സ്ക്ലൂഷനുമാണ്. പിന്നെ ഗില്ല് പുറത്തായതിനേക്കാൾ നമുക്ക് സന്തോഷം നൽകുന്ന രണ്ട് തീരുമാനമായിരിക്കണം ചിലപ്പോൾ റിങ്കു സിംഗിൻ്റെയും ഇഷാൻ കിഷൻ്റെയും ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ സാധൂകരിക്കുന്നു. തിലക് വർമ്മ ഇല്ലാത്തതുകൊണ്ടാണ് 100 പൊസിഷനിലേക്ക് വരുന്നത്. സൂര്യകുമാർ യാദവ് വെച്ചൊഴിഞ്ഞൊരു പൊസിഷനാണത്. ഈ സീരീസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്, 4th സ്ലോട്ട് എൻ്റെ സ്ലോട്ടാണ്, ഇനി അതിൽ നിന്ന് ഞാൻ മാറില്ല എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഫോം ഔട്ടിനെ കുറിച്ച് ചോദിച്ച സമയത്ത് എൻ്റെ ഐഡൻറ്റിറ്റിയെ വെച്ച് മാറാൻ എനിക്ക് ഒരു താല്പര്യമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, ഞാൻ ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ് എന്ന്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും നമ്മൾ അദ്ദേഹം എരിഞ്ഞു കത്തുന്നത് കാണുന്നു. അപ്പോൾ ഒരു T20 ലോകകപ്പ് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ വകയുണ്ട് ഈ ടീമിൽ എന്നുള്ളതാണ്. സഞ്ജു സാംസനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഇനി സഞ്ജു സാംസൺ ഫോം ഔട്ട് ആവുക എന്നത് സഞ്ജുവിൻ്റെ നിഘണ്ടുവിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന് ശരിക്കും സൂചന കണക്കിൽ തന്നെ കൊടുക്കണം. ആ 6 അടിച്ചത് തന്നെ ക്യാച്ച് മിസ്സാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ പിഴച്ചു പോയതാണ്. അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചും അതുപോലെ തന്നെയാണ്. കാൽക്കുലേഷൻ പിഴച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിനും ഗോൾഡൻ ഡക്കാണ് എന്നാലോചിക്കണം. ആദ്യ 2 വിക്കറ്റുകളിൽ വെറും 6 റൺസ് മാത്രമുണ്ടായിരുന്നൊരു ടീം 15 ഓവറിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം സന്തോഷിക്കാൻ നമുക്ക് വേണ്ടതില്ലല്ലോ.